കാലത്തെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് നല്ല തെളിവാർന്ന് കേട്ടോ. അങ്ങനെ അടുക്കള ജനലെല്ലാം തുറന്നപ്പോഴത്തേക്ക് നല്ല വെയിലടിക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ തന്നെ ഞാൻ മരക്കോട്ടയൊക്കെ കെട്ടി. ഇത് കുറേ അലക്കാനുണ്ടല്ല, അതെല്ലാം അലക്കി ഉടക്കി അലമരിക്കകത്തോട്ട് കയറ്റാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടുക്കള പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തലേ ദിവസം ഞാൻ ദോശയ്ക്കുള്ള മാവെല്ലാം അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് പൊന്തി വന്നത് ഞാൻ നോക്കിയതാണ് കേട്ടോ കണ്ടത്. ആദ്യം തന്നെ ഇത്തിരി ചായൻ്റെ വെള്ളം കുടിക്കാമെന്ന് കരുതിയിട്ടാ. ചായയല്ല, കരിപ്പെട്ടി ഉണ്ട്. അപ്പോൾ നമുക്ക് കരിപ്പെട്ടി കാപ്പി ഉണ്ടാക്കാം. ഞാൻ 2 ദിവസം മുന്നേ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴത്തേക്കും അവിടുന്ന് വാങ്ങിയതാണ് കേട്ടോ. കുറച്ച് ദിവസങ്ങളായി ഇത് ആലോചിക്കണത് വാങ്ങണമെന്ന്. എപ്പോഴും പോകും കാണും, പക്ഷെ വാങ്ങാണ്ട് വരും. ഇന്നിപ്പോൾ എന്തായാലും വാങ്ങിക്കൊണ്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ എനിക്ക് മാത്രമുള്ള കാപ്പിയാണ് ഇപ്പോൾ ഇട്ട് കുടിക്കണത്. അപ്പോൾ അത് 2 രൂപയുടെ ബ്രൂവിൻ്റെ പാക്കറ്റില്ലേ, അതാണ് കേട്ടോ പൊട്ടിച്ചിട്ടത്. എല്ലാവരും നല്ല പുതച്ച് മൂടിക്കിടന്ന് ഉറങ്ങണം. ഞാൻ പിന്നെ ശല്യപ്പെടുത്താനും പോയില്ല, അങ്ങനെ ഉറങ്ങട്ടെ എന്ന് കരുതി. അങ്ങനെ ഞാൻ ഒരു നല്ല ചൂട് കാപ്പിയൊക്കെ കുടിച്ചിട്ട് നമുക്കിനി ദോശ ചൂടാം. പിന്നെ ദോശ മാത്രമല്ല ഇഡലിയും ഉണ്ടാക്കണം. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ചട്ടിക്കുള്ള പരിപാടി നോക്കാം. അപ്പോൾ തക്കാളി ഇരിപ്പുണ്ട്, തക്കാളി ചണ്ടി ഉണ്ടാക്കാം. അങ്ങനെ അതേ 3 തക്കാളി എടുത്തിട്ടുണ്ട്, 2 കുഞ്ഞ് സവോള. ഉള്ളിയാണ് ഇതിലും ടേസ്റ്റ്, പക്ഷേ എനിക്ക് ഉള്ളി പൊളിക്കാനുള്ള പണി കാരണം ഞാനിപ്പോൾ സവോള എടുത്തേക്കണത്. അത് അരിഞ്ഞുകൊണ്ടിരിക്കണേ തന്നെ മഴ വന്ന് കേട്ടോ, പത്തക്കോന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ സവോളയും തക്കാളിയൊക്കെ ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുത്ത് അപ്പോൾ അതിലോട്ട് ഇത്തിരി ഉഴുന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഉണക്കമുളകും ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്കത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും മിക്സിയുടെ ജാറിൽ അടിച്ച് വയ്ക്കാം. അപ്പോൾ അത് തണുക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആ നേരം കൊണ്ട് നമുക്ക് ദോശയും ഇഡലിയൊക്കെ ചുട്ടെടുക്കാം. എനിക്ക് ഇഡലിനെക്കാട്ട് കൂടുതൽ ഇഷ്ടം ദോശയാണ് കേട്ടോ. പക്ഷേ ഇവിടെ ഇഡലി പ്രേമികളുള്ളത് കൊണ്ടിട്ട് ഞാൻ കരുതി പപ്പാതി ഉണ്ടാക്കാത്. അങ്ങനെ ആദ്യം തന്നെ നമുക്ക് ഇഡലിത്തട്ടിൽ ഞാൻ കുറച്ച് നെയ്യൊക്കെ തടവിയിട്ട് ഇഡലിക്കുള്ളത് അടുപ്പത്താക്കിയിട്ടുണ്ട്. അത് അവിടെ ഇരിക്കട്ടെ. അതേരെ കൊണ്ട് ഞാൻ ബാക്കിയുള്ള പൊടി ദോശയും ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഞാൻ നെയ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ടാണ് തുടങ്ങിയത്. പക്ഷേ അത് അടുക്കി പിടിച്ചിട്ട് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥ. നമുക്ക് ആ ചട്ടി മാറ്റാറായിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ കരുതി എന്നാൽ കുഞ്ഞു കുഞ്ഞു ദോശ ഉണ്ടാക്കിയെടുക്കാമെന്ന്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഇഡലി റെഡി ആയിട്ടുണ്ട്. അതൊന്ന് പതിയെ തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്പൂണിൻ്റെ അറ്റം കൊണ്ട് അത് അടർത്തി ഞാനെല്ലാം പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട്. ഒരു വട്ടവും കൂടി ഉണ്ടാക്കാനുള്ള പൊടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പ് വയ്ക്കാം. അപ്പോൾ ഒറ്റ ട്രിപ്പിൽ 9 ഇഡലിയാണ്. അപ്പോൾ 9 9 18 ഇഡലി. രണ്ടാമത്തെ തവണ ഇഡലി അടുപ്പത്തേക്ക് വെച്ചപ്പോഴത്തേക്ക് കറണ്ട് പോയി കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ വന്ന് മഴ തുടങ്ങിയ പിന്നെ ഇത് തന്നെയാണ് കേട്ടോ പണി. അങ്ങനെ നമ്മൾ ആ തണുത്ത ആറിയിരിക്കുന്ന തക്കാളി സവോളൊക്കെ ഞാൻ മിക്സിയുടെ ജാറിൽ നല്ല പേസ്റ്റ് പരുവത്തിൽ അടിച്ചെടുത്തിട്ടും കടുകൊക്കെ വറുത്ത് ആ ചട്നിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ രാവിലത്തെ ചായ കുടിക്കുള്ളതെല്ലാം ബാക്കി വെച്ചപ്പോഴത്തേക്കും പിന്നെ ഒരുപാട് പാത്രങ്ങൾ ഉണ്ടായി കഴുകാൻ. അത് മൊത്തം തേച്ച് കഴുകി. പിന്നെ എനിക്ക് 1-2 സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ആദ്യം സ്കൂളിൽ പോകണം, ബാഡ്ജ് വാങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ രണ്ടാമത് നമുക്കൊരു 7 ഉണ്ട്. അപ്പോൾ അതിന് ഞാൻ രണ്ടാം പോകണത്. അപ്പോൾ ചേട്ടൻ ആക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ടിട്ട് ചേട്ടൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പോയിട്ട് വരാം. അപ്പം അത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങളൊക്കെ.